കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ സംഭവമാണിത്. ഞാൻ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ SI ആയിരുന്നു. ഒരു ദിവസം ഒരമ്മ കയ്യിൽ ഒരു കത്തിയുമായിട്ട് ബ്ലഡുള്ള കത്തിയുമായിട്ട്, രക്തം വാർന്നൊലിക്കുന്ന ഒരു കത്തിയുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് പറയുകയാണ്, ഞാൻ എൻ്റെ മകനെ കൊന്നു. പ്രായമുള്ള അമ്മയാണ്. ഒരു 55 വയസ്സ് 60 വയസ്സൊക്കെ ഉണ്ടായിരുന്നു, 55 വയസ്സൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ എൻ്റെ മകനെ കൊന്നു എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വരികയാണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് അവർക്ക് 2 ആൺമക്കളാണുള്ളത്. 2 ആൺമക്കളിൽ മൂത്തവൻ നല്ല മിടുക്കനായിരുന്നു. അവൻ നന്നായിട്ട് പഠിച്ച് എൻജിനീയറിങ് മെഡിസിന് പോയി നന്നായിട്ട് നല്ല പൊസിഷനിൽ അവൻ മുന്നോട്ട് പോയി. രണ്ടാമത്തവൻ +2 എത്തിയപ്പോഴേക്കും പഠിക്കാൻ നല്ല മിടുക്കനായിരുന്നു, നല്ല മാർക്കോടെയാണ് 10ാം ക്ലാസ്സൊക്കെ പാസ്സായത്. +2 എത്തിയപ്പോഴത്തേക്കും അവൻ ഡ്രഗ് അഡിക്റ്റായി. അവൻ്റെ കൂട്ടുകാരിൽ നിന്ന് കിട്ടിയ സ്വഭാവമായിരുന്നത്. ഡ്രഗ് അഡിക്റ്റ് ആയതിനു ശേഷം അവൻ ഭയങ്കര വയലൻ്റ് ആവും. വീട്ടിലെല്ലാം ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വീട്ടിലെ സാധനങ്ങളൊക്കെ അടിച്ചു പൊട്ടിക്കുക, എല്ലാവരും ഉപദ്രവിക്കുക, അച്ഛനെയും അമ്മയൊക്കെ ഉപദ്രവിക്കുക. ഒരു നിവൃത്തിയില്ല അവർക്ക് ജീവിക്കാനായിട്ട്. ഈവൻ അമ്മയെ ലൈംഗികപരമായിട്ട് പോലും അവൻ നോക്കി എന്നാണ് അമ്മ പറയുന്നത്. ആ ചിന്തയോടെ അമ്മയെ നോക്കി, അമ്മയെ കാണാൻ വന്നു എന്നാണ് ഒരിക്കൽ അമ്മയ്ക്ക് തോന്നിയത്. അപ്പോൾ അമ്മ വിചാരിച്ചു, ഞാൻ ജന്മം നൽകിയ എൻ്റെ മകൻ എന്നെ തന്നെ ലൈംഗിക ചിന്തയോട് കൂടി എന്നെ സമീപിക്കാൻ വരുന്ന ഈ മകൻ ഈ സമൂഹത്തിന് എന്ത് പ്രയോജനമാണ് കൊടുക്കുന്നത്? അവനെ ഇനി ജീവിച്ചിട്ട്, ഞാൻ ജന്മം കൊടുത്ത എൻ്റെ മകനെ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവനെ ഭയങ്കര വയലൻ്റ് ആകുമ്പോഴത്തേക്ക് തൊട്ടപ്പുറത്ത് ഡോക്ടർ ക്രിസ്റ്റിയുടെ ഒരു സൈക്കാട്രിക് ക്ലിനിക്കുണ്ട്, അവിടെ കൊണ്ട് അഡ്മിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ അഡ്മിറ്റ് ചെയ്ത് ഈ ഇവന് സെഡേഷനൊക്കെ കൊടുത്ത് ഈ കട്ടിലയിൽ 4 കൈയും കാലും ഒക്കെ കെട്ടിയിട്ടിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അങ്ങനെ വീട്ടിൽ നിന്ന് ഇവന് ഉള്ള ആഹാരമൊക്കെ ആയിട്ട് വന്നു. ആഹാരമൊക്കെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് ഇവന് ആഹാരമൊക്കെ വാരി കൊടുത്തു. വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് ഒരു കത്തിയും കരുതിയിരുന്നു കയ്യിൽ. എന്നിട്ട് കൈയും കാലം കെട്ടിയിട്ടിരിക്കുന്ന ഈ മകനെ കൊടുത്തതിന് ശേഷം പയ്യെ തുണി ചേർത്ത് പിടിച്ചിട്ട് ആ കഴുത്ത് പിച്ചാത്തി ഉപയോഗിച്ചിട്ട് കഴുത്തിൽ പിച്ചാത്തി ഉപയോഗിച്ചിട്ട് മുറിവുണ്ടാക്കി നന്നായിട്ട് കട്ട് ചെയ്ത് അവന് കൊല്ലുകയുണ്ടായി. ആ രക്തം തെറിക്കുന്ന തന്നെ അവർക്ക് ഭയങ്കര പേടി വന്നു. അങ്ങ് പെട്ടെന്ന് തുണിയൊക്കെ ഉപയോഗിച്ചിട്ട് രക്തം കവർ ചെയ്തിട്ടാണ് അമ്മ തൊട്ടടുത്ത് തന്നെ കുറച്ച് ഒരു ഫർലോങ്ങുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു വരുന്നത്. മനുഷ്യൻ ഈ ഡ്രഗിൻ്റെ അടിമയായി കഴിയുമ്പോഴത്തേക്ക് എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥ വരും. അത് സമൂഹത്തിൽ ഇങ്ങനെയുള്ള വലിയ ദുഃഖങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. അമ്മ പിന്നെ ജയിലിലൊക്കെ പോയി കോടതി അമ്മയെ പണിഷ് ചെയ്തു. അമ്മയ്ക്ക് ജീവനെടുക്കാൻ അധികാരമില്ലല്ലോ. ഇനിയിപ്പോൾ അമ്മയ്ക്ക് പണിഷ്മെൻറ്റ് കിട്ടി. അത് നമ്മൾ ഈ ലഹരി ഒരു സമൂഹത്തിൻ്റെ ഒരു തീരാശാപമായിട്ട് മാറിയിരിക്കുകയാണ്. അതിനെതിരെ പോലീസും സമൂഹവും ഇൻഫർമേഷൻ കൊടുക്കേണ്ടതുണ്ട്. ഞാനൊക്കെ പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് എല്ലാ സ്കൂളുകളിലും ഞാൻ കൊണ്ടു ചെന്നിട്ട് ഈ കംപ്ലയിൻറ്റ് ബോക്സ് വയ്ക്കാറുണ്ടായിരുന്നു. അപ്പോൾ ആഴ്ചയിലൊരിക്കൽ നമ്മുടെ പോലീസ് പോയിട്ട് കംപ്ലയിൻറ്റ് ബോക്സ് തുറന്നിട്ട് കംപ്ലയിൻറ്റ് കൊണ്ടുവരും. ഒരുപാട് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു നമുക്കങ്ങനെ. അത് വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യും. ഇപ്പോഴും അത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഈ കംപ്ലയിൻറ്റ് ബോക്സുകളിൽ ഈ കുട്ടികൾ രഹസ്യമായിട്ട് ഇൻഫർമേഷൻ നമുക്ക് തരാറുണ്ട്. അവർക്ക് പോലീസ് സ്റ്റേഷനിൽ വന്ന് പറയാനോ അല്ലെങ്കിൽ അവരുടെ പേര് പുറത്തുന്ന രീതിയിൽ കംപ്ലയിൻറ്റ് പറഞ്ഞാലോ ഒക്കെ അവർക്ക് ദോഷമാണെന്ന് കരുതിയതുകൊണ്ട് ഇങ്ങനെ കംപ്ലയിൻറ്റ് ബോക്സ് വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നൊക്കെ കിട്ടും. അത് നമുക്ക് എഫക്റ്റീവായിട്ട് ഈ കുട്ടികളുടെ രക്ഷയ്ക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതൊരു ടെക്നിക്കാണ്, നമ്മൾ പോലീസിങ്ങിൽ ഉപയോഗിക്കേണ്ട ഒരു ടെക്നിക്കാണ്. അപ്പം ഈ ഗാംബ്ലിങ്, നർക്കോട്ടിക് സബ്സ്റ്റൻസ്, നർക്കോട്ടിക് ഡ്രഗ്സ് അങ്ങനെയൊക്കെയുള്ളത്, പിന്നെയുള്ളത് സെക്സ്. ഈ 3 റിലേറ്റഡ് സമൂഹത്തിലെ ക്രൈംസ് മുഴുവനും ഈ 3 ബേസ് ചെയ്തായിരിക്കും കൂടുതലായിട്ടും കണ്ടുവരുന്നത്. നമ്മൾ മിക്കവാറുമുള്ള ക്രൈംസ് എല്ലാം ഉണ്ടാകുന്നത് ഈ 3 കാരണങ്ങളുണ്ടാവാം. അപ്പോൾ ആ ലഹരി പ്രോപ്പറായിട്ട് ഡൈവേർട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ഈ പറയുന്ന 3 കാര്യങ്ങൾ വിസ്റ്റാൻഡ് ചെയ്ത് വേറെ രീതിയിലൊക്കെ ലഹരി മാറ്റിയെടുക്കുകയാണെങ്കിൽ വളരെ സക്സസ് ആയിട്ട് നമ്മുടെ വ്യക്തിത്വങ്ങൾ, നമ്മുടെ കുട്ടികളെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ അന്ന് ആലപ്പുഴ സൗത്ത് SI ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് മാന്നാറിലായിരുന്നു. മാന്നാറിൽ വലിയൊരു മോഷണ കേസ് പിടിച്ചോടി എന്നെ അന്നത്തെ SP എടുത്തിട്ട് ഏറ്റവും വലിയ ഹെവി പോലീസ് സ്റ്റേഷനായ ആലപ്പുഴ സൗത്തിലേക്ക് പോസ്റ്റ് ചെയ്തു. കേരളത്തിലെ ഏറ്റവും ഹെവിയസ്റ്റ് പോലീസ് സ്റ്റേഷനുകളിൽ ഒന്നാണ്
ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഒരു പലതരം കേസുകളും പലതരം ക്രിമിനൽസൊക്കെ ഉള്ളൊരു സ്ഥലമായിരുന്നു ആലപ്പുഴ സൗത്ത് അന്ന്. അന്നൊരു അമ്പലത്തിൽ, പഴവീട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, പഴവീട് അമ്പലത്തിൽ തൊഴുതുകൊണ്ട് നിന്ന ഒരു സ്ത്രീയുടെ കഴുത്തിൽ നിന്നൊരു മാല പൊട്ടിച്ചിട്ട് ഒരാൾ പെട്ടെന്നൊരു സ്കൂട്ടറിൽ കയറി രക്ഷപ്പെട്ടു എന്ന് പറയുന്നത്. അവർ കഴുത്ത് മുറിയുകയും ചെയ്തിരുന്നു മാല പൊട്ടിച്ചതിൽ. രസകരമായ സംഭവമായിട്ടാണ് ഞാൻ ഇതിവിടെ പറയാൻ കാരണം സാധാരണ മാല പൊട്ടിയപ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ഈ പറയുന്ന പഴവീട് സ്ഥലത്തേക്ക് ഞാൻ ചെന്നു. അവിടെ ഒരാൾ സ്കൂട്ടറിൽ കയറി പെട്ടെന്ന് പോയി. നമ്പർ ആരും നോട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ഭയങ്കര സ്പീഡിലങ്ങ് പോവുകയും ചെയ്തു. സ്കൂട്ടറിൽ ബാക്കിൽ കയറിയാണ് പോയത്. സ്കൂട്ടർ ഓടിച്ച വേറെ ആളായിരുന്നു പറയാം. അങ്ങനെ ഇതാരായിരിക്കാം, അവിടെ എല്ലാം അന്വേഷിച്ചപ്പോഴത്തേക്ക് ഫീച്ചേഴ്സൊക്കെ വെച്ചിട്ട് അന്വേഷിച്ച് പോയപ്പോഴത്തേക്ക് ഇയാളൊരു നാടക നടനാണെന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടി. ഇപ്പോൾ ഒരു ചേർത്തല ഭാഗത്തുനിന്ന് വന്നിട്ട് നാടകത്തിൽ അഭിനയിക്കുന്ന ആളാണ് ഇയാളെന്ന് ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി. അപ്പോൾ അത് വർക്കൗട്ട് ചെയ്യാനായിട്ട് ഈ നാടകക്കാർ താമസിക്കുന്ന സക്കറിയ ബസാറിലൊരു ലോഡ്ജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഈ പറയുന്ന നാടക ടീം അവിടെ വരുമ്പോഴത്തേക്ക് ഇൻഫർമേഷൻ തരണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ നാടകക്കാർ സ്ഥിരം താമസിക്കുന്ന ലോഡ്ജായിരുന്നു. അപ്പോൾ അവിടെ നോക്കിയപ്പോഴത്തേക്ക് ഈ ഇവർ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മൂന്നാമത്തെ ദിവസം ഈ ടീം അവിടെ താമസിക്കാനായിട്ട് വന്നു. അപ്പോൾ മാനേജർ എന്നെ അറിയിച്ചു ഇങ്ങനെ ഈ ടീം വന്നിട്ടുണ്ട്. ഞാൻ അവിടെ ചെന്നു. ഈ പറയുന്ന നാടകത്തിലെ കഥാപാത്രം എന്ന് പറഞ്ഞ ആൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അയാളുടെ ബാഗിൽ അപ്പോഴും ആ മാല ഉണ്ടായിരുന്നു. അയാൾ ചോദിച്ചു കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് അയാൾ പറയുന്നത് അയാൾ നാടകത്തിൽ SP ആയിട്ടാണ് അഭിനയിക്കുന്നത്. അയാളും അയാളുടെ ഫ്രണ്ടും കൂടി ഈ പഴവൂർ അമ്പലത്തിൽ പ്രാർത്ഥിക്കാനായിട്ട് പോയി. അയാളുടെ മകന് ക്യാൻസറായിരുന്നു. ഈ നാടകത്തിൽ അഭിനയിച്ച വളരെ തുച്ഛമായ വരുമാനം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ കുട്ടിയെ ചികിത്സിക്കാനായിട്ട് യാതൊരു നിവൃത്തിയും ഇല്ല, പൈസയൊന്നും കയ്യിലില്ല, കുട്ടിക്ക് ചികിത്സ ആവശ്യമാണ്. അപ്പം ഈ പഴവീട് അമ്പലത്തിൽ വന്നിട്ട് ദൈവത്തോട് നന്നായിട്ട് പ്രാർത്ഥിച്ചു. ദൈവമേ എന്നെ രക്ഷിക്കണേ, എനിക്കൊരു വഴി കാണിച്ചു തരണേ എന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ തൊട്ടടുത്തൊരു സ്ത്രീ മാലയൊക്കെ ഇട്ടെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഇവൻ കൂടെ വന്ന ആളുടെ കൂടെ ബൈക്കിൽ കയറാനായിട്ട് വന്നപ്പോഴത്തേക്ക് നീ സ്റ്റാർട്ടിൽ നിർത്തി ഞാൻ ഇപ്പോൾ വരാൻ വന്നിട്ട് തിരിച്ച് പോയിട്ടാണ് ഈ മാലയും പൊട്ടിച്ചിട്ട് ഈ ബൈക്കിൽ കയറി രക്ഷപ്പെടുന്നത്. വളരെ കഷ്ടം തോന്നി. അയാളുടെ അവസ്ഥ കണ്ട, കുട്ടിയുടെ അവസ്ഥ കണ്ടിട്ട് വളരെ കഷ്ടം തോന്നി എനിക്ക്. ഞാൻ തന്നെ പിന്നെ അയാൾക്ക് വക്കീലിനൊക്കെ അറേഞ്ച് ചെയ്ത് എൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് അയാളെ റിമാൻഡ് ചെയ്യുന്ന ഇറക്കാണ് ഉണ്ടായത്. ഒരു മാനുഷിക പരിഗണന രീതിയിൽ എനിക്ക് തോന്നി. അയാളുടെ മാനസികാവസ്ഥയായിരിക്കണം, അപ്പോഴത്തെ മാനസികാവസ്ഥയായിരിക്കണം മോഷണത്തിന് കാരണമായെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ മാലമോഷണ കേസിൽ അയാൾക്ക് 3 വർഷം പണിഷ്മെൻറ്റും കിട്ടിയിരുന്നു. പക്ഷേ നിയമപരമായിട്ട് നമുക്ക് അതൊന്നും ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അയാളുടെ അപ്പോഴത്തെ മാനസികാവസ്ഥയാണ് ആ മോഷണത്തിന് കാരണമായെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ രീതിയിൽ ഞാൻ അയാളെ അയാൾ പെട്ടെന്ന് സ്ഥിരം മോഷണം നടത്തുന്ന സ്വഭാവക്കാരനല്ല. ഇങ്ങനെ പ്രത്യേക ആവശ്യത്തിൻ്റെ പേരിൽ മോഷണം നടത്തേണ്ടി വന്നതുകൊണ്ട് എനിക്ക് അയാളെ സഹായിക്കേണ്ടി വന്നിട്ടുണ്ട്. പൂവാർ പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ഒരു ജ്വല്ലറി തെഫ്റ്റ് ഉണ്ടായി. 2004 കാലഘട്ടത്തിൽ തന്നെയായിരുന്നു. ഒരു സ്വർണം കൊണ്ടുവന്ന് ഉരുക്കി ഓർണമെൻറ്റ്സാക്കി മാറ്റി വിൽക്കുന്ന ഒരു വലിയൊരു ജ്വല്ലറി ആയിരുന്നു. ഒരുപാട് സെയിൽസ് നടക്കുന്നൊരു കടയായിരുന്നു. അപ്പോൾ അതിൻ്റെ വെൻറ്റിലേറ്റർ പൊളിച്ച് അകത്ത് കയറി അതിനകത്തു നിന്നാണ് അന്ന് 3 കിലോ വെള്ളി ഉണ്ടായിരുന്നു. 3 കിലോ വെള്ളി ആഭരണങ്ങളുണ്ടായിരുന്നു. 3 കിലോ വെള്ളി ആഭരണങ്ങളും 30 പവൻ സ്വർണവും മോഷണം പോയി. അപ്പോൾ ഞാൻ സ്പോട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഇതിൽ കയറിയിട്ടുണ്ട്, ഇത് പൊളിച്ച് കയറിയിട്ടുണ്ട്. ഈ വെൻറ്റിലേറ്റർ പൊളിച്ച്, തടി വെൻറ്റിലേറ്ററായിരുന്നു, അത് പൊളിച്ച് കയറിയിട്ടുണ്ട്. 2 വെൻറ്റിലേഷൻ പൊട്ടിച്ചിട്ടുണ്ട്. ആ പൊട്ടിച്ചിരിക്കുന്ന വെൻറ്റിലേഷൻ്റെ ഭാഗങ്ങളൊക്കെ ആശ്രയിച്ച് നിർദ്ദേശിച്ചെടുത്തു. കൂടാതെ അവിടുന്ന് ഈ കയറിയപ്പോഴത്തേക്ക് ഈ മുറിഞ്ഞിരുന്ന ഭാഗത്ത് ബ്ലഡും കുറച്ച് രോമങ്ങളും കണ്ടിരുന്നതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കുനിഞ്ഞ് കയറിയപ്പോഴത്തേക്ക് അതിൻ്റെ തല അങ്ങനെ തട്ടിയിട്ട് അതിൽ രോമം വന്നിരിക്കും. അപ്പോൾ രോമവും ഞാൻ മസിൽ വെച്ച് ബന്ധപ്പെടുത്തു. അപ്പം ജ്വല്ലറി തെഫ്റ്റാണ്, ഇത്രയും ഗോൾഡ് പോയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ അവിടെ എങ്ങനെ കണ്ടുപിടിക്കും? വളരെ വിശാലമായൊരു കടപ്പുറം വലിയതുറ ഭാഗമൊക്കെയുള്ള കവർ ചെയ്യുന്ന ഏരിയയാണ്. അവിടെ കൂടുതലും കടപ്പുറത്തെ ആൾക്കാരാണ്. കടപ്പുറത്തൊന്നും പോയിട്ട് നമുക്കൊരു വീട്ടിൽ പോയിട്ട് റിക്കവറി നടത്താൻ പോലും പ്രയാസമുണ്ട്. കാരണം അവിടുത്തെ ആൾക്കാരോട് വളഞ്ഞിട്ട് നമ്മളെ പുറത്തു പോകാൻ പറ്റാത്ത രീതിയിലാക്കണേ. അപ്പോൾ അങ്ങനെ രീതിയിലാണ്. അപ്പോൾ ഒരു ഇൻഫർമേഷൻ കിട്ടി. ഒരു പെൺകുട്ടി ഒരു പുതിയ മാല ധരിച്ചെടുക്കുന്ന അയൽവാസി എന്നൊരു ഇൻഫർമേഷൻ കിട്ടി എനിക്ക്. അത് കൊടുത്തത് വലിയതുറ കോളനിക്കകത്ത് ഈ കടപ്പുറത്ത് താമസിക്കുന്ന ഒരാളാണെന്നും ഇൻഫർമേഷൻ കിട്ടി. അപ്പോൾ അവനെപ്പോഴും ബൈക്കിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആളാണെന്നും മനസ്സിലായി. യേശുദാസ് എന്നായിരുന്നു അയാളുടെ പേര്. അപ്പം ഈ പെൺകുട്ടിയുടെ ഇൻഫർമേഷൻ നമ്മൾ മറച്ചു വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ യേശുദാസിനെ ആരാണെന്ന് മനസ്സിലാക്കിയിട്ട് അവനെ അകത്ത് പോയി പിടിക്കാൻ പറ്റത്തില്ല. അവൻ പുറത്തേക്ക് വരുന്ന സമയത്ത് പിടിക്കാൻ പറ്റില്ല. ബൈക്കിൽ പുറത്തേക്ക് വന്ന സമയത്ത് റോഡിലിട്ട് പിടിച്ച് അവനെ ക്വസ്റ്റ്യൻ ചെയ്യപ്പോഴാണ് പറയുന്നത് അവർ 3 പേര് ചേർന്നിട്ടാണ് അവൻ യേശുദാസും രാധകുമാർ എന്ന് പറയുന്ന ഒരാളും പിന്നെ ഒരു തദയൂസും, അവർ തദയസായിരുന്നു. അങ്ങനെ 3 പേർ ചേർന്നിട്ടാണ് ഇവർ കയറിയത്. ഒരാൾ വാച്ച് ചെയ്തു, 2 പേര് അകത്തിറങ്ങി ഈ വെള്ളിയും ആഭരണമെല്ലാം എടുത്തിട്ട് പുറത്തു വരികയുണ്ടായത്. എന്നിട്ട് ഈ വെള്ളി അവൻ്റെ വീട്ടിൽ ചിമ്മിനിയുടെ മുകളിൽ വെച്ചിട്ടുണ്ട്. സ്വർണം 30 പവൻ സ്വർണവും കൊണ്ട് അവർ വിഴിഞ്ഞം ഭാഗങ്ങളിൽ പോയിട്ട് ഈ ഫൈനാൻസസ് ഉണ്ട് അവിടെ എല്ലാം കൊണ്ട് പണയം വെച്ചിരിക്കുകയാണെന്ന്. അപ്പം അതെല്ലാം ഡീറ്റെയിൽസ് പണയം വെച്ചിരിക്കുന്ന അതിൻ്റെ തുണ്ടുകളെല്ലാം എൻ്റെ ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്തു. പക്ഷേ ഈ വെള്ളി എടുക്കണം, 30 കിലോ വെള്ളിയുണ്ട്. വെള്ളിയാഭരണങ്ങൾ പാക്ക് ചെയ്തതിന് മുകളിൽ. അപ്പോൾ എടുക്കാൻ പറ്റത്തില്ല നമുക്ക്, അവനെ കൊണ്ട് പോയല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ പോയി ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ എടുക്കാൻ സമ്മതിക്കത്തില്ല, നമ്മളെ വളയുകയും ചെയ്യും. അപ്പോൾ ആദ്യം റോഡിൽ വണ്ടി നിർത്തിയിട്ട് എൻ്റെ കൂടി 3-4 പോലീസുകാരുണ്ട്. ജീപ്പ് പുറകെ വരാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ നടന്നു ഇവൻ്റെ ഉള്ളിലേക്ക്, വലിയതുറ കടപ്പുറത്തിനുള്ളിലേക്ക് നടന്നു. എന്നിട്ട് നാട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ കണ്ട ഒരു ജ്വല്ലറി മോഷണം നടത്തിയിരിക്കുകയാണ്. ഇവൻ മോഷണം നടത്തിയ മുതൽ ഇവൻ്റെ വീട്ടിൽ വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കടപ്പുറക്കാർ മോഷണം, കൊലപാതകം, റേപ്പ് ഇതൊന്നും അവർക്ക് സഹിക്കാൻ പറ്റില്ല. ബാക്കി എല്ലാവരും അടിപിടിയൊക്കെയാണെങ്കിൽ അവർ സഹിക്കും, അതിന് ആരെയും വിട്ടുകൊടുക്കത്തില്ല. ഇത്ര അവർക്ക് ഭയങ്കര ദേഷ്യമാണ്. അങ്ങനെയാണ് അവരെ പള്ളിയിലൊക്കെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്. മോഷണവും റേപ്പും കൊലപാതകവും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ അവർ മോഷണമായതുകൊണ്ടെങ്കിൽ മോഷ്ടിച്ച സാധനങ്ങൾ അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കിയും കൊണ്ട് നമ്മുടെ കൂടെ വന്നു. അപ്പോൾ ഇത്തിരി നടന്ന് ഉള്ളിൽ ചെന്ന് ഇവൻ്റെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു 350 പേര് നമ്മുടെ കൂടെ ഉണ്ട്, നാട്ടുകാരെല്ലാം കൂടി, കടപ്പുറത്തെല്ലാം കൂടി ചെന്ന്. അവസാനം ഇവനെ കൊണ്ട് മുകളിൽ നിന്ന് വെള്ളിയെടുത്ത് പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഒരു ന്യൂസ് പേപ്പറിനകത്ത് പൊതിഞ്ഞ് മുകളിൽ വെച്ചിരിക്കുകയാണ്. എടുത്ത് കാണിച്ചു കൊടുത്തു, ഇതാണ് മോഷ്ടിച്ച സാധനം. അപ്പോൾ അവർക്കെല്ലാം സമ്മതമായി. അവനെ കൊണ്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. ഒരുത്തനെ കിട്ടാനുള്ളതിനെ നാട്ടുകാരെ പിടിച്ചെനിക്ക് തന്നു. അങ്ങനെ 3 പേരെ അറസ്റ്റ് ചെയ്തു. തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ വന്നു. എന്നിട്ട് കേസ് നന്നായിട്ട് നടത്തി. അവർക്ക് 3 പേർക്കും കൺവിക്ഷനായി. ഈ ഒരു 6 മാസം മുമ്പാണ് കൺവിക്ഷൻ വന്നത്. അവരെ 3 പേരെയും 4 വർഷത്തെ വീതം പണിഷ് ചെയ്തിട്ടുണ്ട്. കാരണം കംപ്ലീറ്റ് എവിഡൻസാണ്. ഈ ഗോൾഡ് കംപ്ലീറ്റ് നമ്മൾ ഈ ഫൈനാൻസിൽ നിന്ന് റിക്കവറി നടത്തി. അതിലെല്ലാ ഡോക്യുമെൻറ്റ്സും ഉണ്ട്. ഇവരെല്ലാം മറ്റേ റെസിപ്റ്റ് ഉണ്ട്, അവരുടെ ബുക്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, ഇവനെ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. ഭയങ്കര എവിഡൻസ് ആയിരുന്നു അതെല്ലാം. അതുപോലെ വെള്ളി എടുത്തുകൊണ്ട് നാട്ടുകാർ സ്ഥാനത്തിലാണ് വെള്ളി എടുത്തുകൊണ്ട് വന്നത്. 27 റിക്കവറി എന്ന് നമ്മൾ പറയും. അപ്പോൾ അതിനും എവിഡൻസ് ഉണ്ട്. ഇത് വെച്ചിട്ടാണ് കൺവിക്റ്റ് ചെയ്തത്. ഇവൻ്റെ ഒരു കാമുകിക്ക് ഒരു മാല കൊടുത്തപ്പോഴാണ് നമുക്ക് ഈ മോഷണത്തെക്കുറിച്ചുള്ള തുമ്പ് കിട്ടിയത്. അങ്ങനെയാണ് അതിൽ പിടിച്ച് കയറി നമ്മൾ ഈ മോഷണം തെളിയിച്ചതും. ഈ രോമം ഈ കയറിയ ആളിൻ്റെ തന്നെയായിരുന്നു. അതും അതിൻ്റെ കമ്പാരിസൺ അയച്ച് അത് വരുത്തിയിട്ടുണ്ടായിരുന്നു. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. എൻ്റെ സ്വന്തം വീട് കൊട്ടാരക്കരയാണ്. എനിക്ക് കൊട്ടാരക്കരയിൽ പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ മദറിൻ്റെ റിലേറ്റീവായിട്ടൊരു സബ് ഇൻസ്പെക്ടർ വന്നു.
അദ്ദേഹം എന്നും ജീവിച്ചിരിപ്പുണ്ട്, യൂസുഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ മനസ്സിലിങ്ങനെ ആ പോലീസ് ഓഫീസറെ എനിക്ക് ഭയങ്കര ആകർഷികത തോന്നിയിരുന്നു, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളും. ഞങ്ങൾ റിലേറ്റീവ്സ് ആയതുകൊണ്ട് മിക്കവാറൊക്കെ പോകുമായിരുന്നു. അപ്പം അവരുടെ കഥകളൊക്കെ ഞാൻ കേൾക്കുമായിരുന്നു, അവർ വീട്ടിലൊക്കെ പോയി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു പോലീസ് ഓഫീസർ ആവണം, അല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ ആവണം എന്നൊരു ആഗ്രഹം കുട്ടിക്കാലം വരെ ഉണ്ടായിട്ടുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അന്ന് പോലെ ഇങ്ങനെ ഓട്ടവും ചാട്ടവും ഒക്കെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ആ സമയത്ത് ഞാൻ പഠിച്ചു, ഡിഗ്രി കഴിഞ്ഞു, അതിൽ PG സൈക്കോളജിയിൽ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ആദ്യം ജോലി കിട്ടി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ സൈക്കോളജിസ്റ്റായിട്ട് ജോയിൻ ചെയ്തത്. അവിടെ ഇരിക്കുമ്പോഴാണ് പോലീസിലേക്ക് സെലക്ഷൻ കിട്ടി സബ് ഇൻസ്പെക്ടറായിട്ട് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ പോലീസ് എന്ന് പറയുന്നത് എൻ്റെ ഒരു മനസ്സിൻ്റെ ആഗ്രഹമാണ്. അതുകൊണ്ട് അതിൽ വർക്ക് ചെയ്തുകൊണ്ട് എനിക്ക് എപ്പോഴും പ്രൊഫഷണൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ജോലിയായിരുന്നു എൻ്റെ പോലീസ് ജീവിതം എന്ന് പറയുന്നത്. എൻ്റെ മനസ്സിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. പലപ്പോഴും ഈ ദൈവം നമുക്കൊരു യൂണിഫോം തരുമ്പോൾ ഞാൻ അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്, ഒരു യൂണിഫോം ദൈവം തന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നാട്ടുകാരെ എങ്ങനെ സഹായിക്കാൻ കഴിയും. പലപ്പോഴും ഞാൻ നേരത്തെ ഒരു കഥ പറഞ്ഞിരുന്നു, നേരത്തെ ഒരു സംഭവം പറഞ്ഞിരുന്നു, ഒരു ജ്വല്ലറി മോഷണം. ആ സമയത്ത് പൂവാർ പോലീസ് സ്റ്റേഷനിൽ വീട്ടിൽ ഒരുപാട് മോഷണങ്ങൾ നടക്കുന്ന സമയമായിരുന്നു. ഞാനിങ്ങനെ യൂണിഫോമൊക്കെ ഇട്ട് ജീപ്പിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് കാലിങ്ങനെ പൊക്കി വെച്ച് ചവിട്ടി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് മനസ്സിലായി, ഞാൻ എന്നോട് തന്നെ ചോദിക്കും, നീ എന്തിനാടാ ഇങ്ങനെ പോകുന്നത്, ഈ യൂണിഫോം ഇട്ടുണ്ട്, നീ ഏത് മോഷണം തെളിയിക്കാൻ പറ്റുന്നതൊക്കെ പറ്റുന്നത്, നീ എന്തിനാ ഇങ്ങനെ യൂണിഫോം ഇട്ട് പോകുന്നത്, എന്നോട് തന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നാണ് ആ തെളിയിക്കാനുള്ള ഒരു ത്വര ഉണ്ടാകുന്നത്. കാരണം നമ്മുടെ യൂണിഫോം ഇട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ആ ജനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാനും ക്രൈം പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ നമ്മൾ ബാധ്യസ്ഥരാണ്. പ്രിവെൻഷൻ ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ക്രൈം, പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് സെക്യൂരിറ്റി എന്നാണ് ശരിക്കും പോലീസിൻ്റെ അടിസ്ഥാന പ്രിൻസിപ്പൽ എന്ന് പറയുന്നത്. പിന്നെ കീപ് ദ ഡിഗ്നിറ്റി ഓഫ് അതേഴ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കീപ്പ് ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതില്ലെങ്കിൽ പിന്നെ യൂണിഫോമായിട്ട് വിമ നടന്നിട്ട് കാര്യമില്ല, ആൾക്കാരുടെ മുകളിൽ കുതിരേറാൻ മാത്രം പോലീസായിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷനും ഇതിനെ ഡിറ്റക്റ്റ് ചെയ്യണം, ക്രൈംസ് ഉണ്ടായാൽ ഡിറ്റക്റ്റ് ചെയ്യണം, ക്രൈം പ്രിവെൻറ്റ് ചെയ്യണം. ഈ നമ്മളിപ്പോൾ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഈ മാസാവസാനം ആകുമ്പോഴത്തേക്ക് എത്ര പെറ്റി കേസ് പിടിച്ചു എന്നൊക്കെ കംപ്ലയിൻറ്റ് ചോദിക്കാറുണ്ട്. അതിന് ചോദിക്കുന്നതിന് കാരണം എന്ന് പറയുന്നത് ക്രൈം പ്രിവെൻറ്റ് ചെയ്യാനാണ്. ഈ പെറ്റി കേസ് പിടിക്കുമ്പോഴത്തേക്ക് പോലീസ് ആക്ഷനാണ് അവിടെ വരുന്നത്. അപ്പോൾ ആക്ഷൻ വരുമ്പോഴത്തേക്ക് ക്രൈം പ്രിവെൻഷനാണ് അവിടെ വരുന്നത്. അപ്പോൾ ഒരു വലിയ കുറ്റങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ അത് മാറുന്നുണ്ട്. ഈ ചെറിയ പെറ്റി കേസുകൾ പിടിച്ച് അല്ലെങ്കിൽ പോലീസ് പുതിയ കേസുകൾ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ക്രൈം പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ കോൺഫറൻസിൽ ചെല്ലുമ്പോഴത്തേക്ക് എത്ര പെറ്റി കേസ് പിടിച്ചു എന്നൊക്കെ കണക്ക് ചോദിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മളുടെ എഫിഷ്യൻസിക്ക് ഈ എത്രമാത്രം പ്രിവെൻറ്റീവ് വർക്ക് ചെയ്തു എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മളുടെ ആ പോലീസ് ഓഫീസർ എന്ന രീതിയിലുള്ള എഫിഷ്യൻസിയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ ഒരു ഘടകം. ഞാൻ പോലീസിലേക്ക് വരുന്നതിന് മുമ്പ് ജനറൽ ഹോസ്പിറ്റൽ സൈക്കോളജിസ്റ്റ് ആയിരുന്നു പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അവിടുത്തെ 1-2 കേസുകൾ ഞാൻ ഒരു പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടാകുന്ന രീതിയിൽ ഞാൻ പറയുകയാണ്. അതൊക്കെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരു ദിവസം ഒരു സ്ത്രീയെ ഭയങ്കര വയലൻ്റായിട്ട് സൈക്കാട്രിക് ഒ പിയിൽ കൊണ്ടുവന്നു. അന്ന് ഡോക്ടർ MRR മേനോനായിരുന്നു അവിടുത്തെ സൈക്കാട്രിസ്റ്റ്. ഞാൻ ഈ ഹോസ്പിറ്റലിലൊക്കെ നല്ലൊരു സിസ്റ്റമാണ്, ജനറൽ ഹോസ്പിറ്റൽ സിസ്റ്റത്തിലൊക്കെ നല്ലൊരു സിസ്റ്റമാണ്. ഒരു സൈക്കാട്രിസ്റ്റ് ഉണ്ടാവും, ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടാവും, പിന്നെ ഒരു സൈക്കാട്രിക് സോഷ്യൽ വർക്കർ ഉണ്ടാവും. ഈ 3 ടീമായിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞാൽ സൈക്കാട്രിക് സോഷ്യൽ വർക്കർ അവരുടെ ഹിസ്റ്ററി എടുക്കും. അവർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടായത്, എന്ന് പോലെയാണ് അസുഖം ഉണ്ടാകാൻ തുടങ്ങിയത്, വീട്ടിലാർക്കെങ്കിലും മാനസിക പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെ വലിയൊരു ഹിസ്റ്ററി അവർ എടുത്തതിന് ശേഷം മാത്രമേ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുകയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ജനറൽ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോഴാണ് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ വയലൻ്റായിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ കൈയൊക്കെ പറയെ കെട്ടി വെച്ചിട്ടുണ്ട്, എന്നെ പിടിച്ച ആൾക്കാർ കാറിൽ കയറ്റി കൊണ്ടുവന്നാണ് ജനറൽ ഹോസ്പിറ്റലിലെ സൈക്കാട്രിക് ഒ പിയിൽ. അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി എടുക്കണേ പേരൻസിനൊക്കെ ചോദിച്ചിട്ട് ഹിസ്റ്ററി ഒക്കെ എടുത്തു. അപ്പോൾ അതിന് ഞാൻ എൻ്റെ അടുത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ സാർ പറഞ്ഞു അത് ആക്രമിക്കും, അത് വയലൻ്റാണ് എന്ന് പേരൻസ് പറഞ്ഞു. ഞാൻ കുഴപ്പമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഹിസ്റ്ററി എടുത്തപ്പോഴാണ് അത് മനസ്സിലായത്, ഈ കുട്ടി കല്യാണം കഴിച്ചത് മദ്രാസിലെ അപ്പോളോ ടൈൽസ് വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. കല്യാണം കഴിച്ചിട്ട് ഇവിടുന്ന് നേരെ അവർ കല്യാണം കഴിഞ്ഞ് നേരെ
അപ്പോളോ ടൈൽസിൻ്റെ അതിൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് പോയി. ക്വാർട്ടേഴ്സിൽ താമസിച്ച് നോക്കി. പക്ഷേ ഈ ഭർത്താവ് എന്ന് പറയുന്നത് ഭയങ്കര വർക്ക് ഹോളിക്കാണ്. അയാൾ 24 മണിക്കൂർ ജോലി ചെയ്യുന്ന സ്വഭാവക്കാരനാണ്. രാത്രിയും പകലും ഒക്കെ പോയി ജോലി ചെയ്യും. ഈ വൈഫിനെ കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ട് ഈ അണകെട്ടി വെച്ചിരിക്കുന്ന അണയൊക്കെ പൊട്ടിച്ചു വിട്ടിട്ട് അയാൾ ജോലിക്ക് പോയി കഴിയുമ്പോൾ ഇവർക്ക് വീട്ടിലിരുന്നിട്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി. ഇയാൾ ആവശ്യമുള്ള കാര്യങ്ങളൊന്നും ഭാര്യയ്ക്ക് ചെയ്ത് കൊടുക്കുകയില്ല. അങ്ങനെ വന്നപ്പോഴേക്ക് അവർ ഒരു റിയാക്ഷൻ ഉണ്ടാക്കിയാണ് ബോഡിയിൽ. ഒരു റിയാക്റ്റീവ് ടെക്നിക്, ഡിഫൻസ് മെക്കാനിസമാണ് ഇങ്ങനെ വയലൻ്റ് ആകുക എന്നുള്ളത്. അങ്ങനെ വയലൻ്റായി ഭയങ്കര പ്രശ്നമാക്കി. ഭർത്താവിനെ ആദ്യം അടിച്ചു, പിന്നെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് ഭർത്താവിൻ്റെ അമ്മയെ അടിച്ചു, ഭർത്താവ് എല്ലാം കിട്ടുന്നവരെല്ലാം അടിച്ചു, ഭയങ്കര വയലൻ്റ്, സാധനമൊക്കെ എടുത്ത് പൊട്ടിച്ചു. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇതാണ്, ഭർത്താവ് അവരെ കെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അയാൾ എപ്പോഴും വർക്കിന് പോവുകയാണ്. രാത്രിയിലും പകലും എല്ലാം അയാൾ വർക്ക് ഹോളിക്കായിട്ടുള്ള ആളുടെ ഭാര്യയായിട്ട് മാറിയതാണ് ഈ പ്രശ്നം ഉണ്ടായത്. അപ്പോൾ ഞാൻ കുട്ടിയെ റിലാക്സ് ചെയ്ത്, നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ ഭർത്താവിന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, ഈ ടെക്നിക്സ്, ഈ ഒരുപാട് ടെക്നിക്സൊക്കെ ഉണ്ട്, അതിനൊക്കെ നിങ്ങൾ ഭർത്താവിനെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പ്രയോജന രീതിയിൽ മാറ്റിയെടുക്കാൻ ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പെട്ടെന്ന് ചോദിക്കുകയാണ്, ഈ ടെക്നിക്സൊക്കെ നിങ്ങൾക്കറിയാമോ? ഞാൻ അറിയാം. എന്നെനിക്ക് നിങ്ങളെ പറയുമ്പോൾ എൻ്റെ കൈക്കൊരു ഒറ്റപ്പിടിയാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ പോകാൻ പറ്റില്ല, ഞങ്ങൾ സൈക്കോളജിസ്റ്റാണ്, അല്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, ഞങ്ങൾക്ക് അങ്ങനെ ബിഹേവ് ഒരിക്കലും അങ്ങനെ വരാൻ പറ്റില്ല. നിങ്ങളുടെ ഭർത്താവിന് നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ഞങ്ങൾ മാറ്റിത്തരാം. അങ്ങനെ രസകരമായ സംഭവമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്രയ്ക്ക് മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് അങ്ങനെയാണ്, നമ്മൾ മനസ്സിലാക്കണം മനുഷ്യനെ. അപ്പോൾ ആ ഭർത്താവിന് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അയാൾക്ക് എങ്ങനെയാണോ ഭാര്യയെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്ന രീതിയിലാക്കിയുള്ള നല്ല ഭർത്താവാക്കി മാറ്റിയെടുത്തവരുടെ പ്രശ്നം, അവരുടെ വയലൻ്റ് ബിഹേവിയർ മാറി, അവരുടെ ജീവിതം പിന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോയെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഒരു വീട്ടിന് മുമ്പിൽ തന്നെ വന്നിട്ട് ഒരാളെ പിടിച്ച് മുന്നോട്ട് നിർത്തും, വെടിവെച്ച് കൊല്ലുക, എന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം പേടിച്ച് ഓടിക്കോളം പറയുക. അങ്ങനെ ഓടി അവരുടെ വീട് കൊള്ളയടിക്കുകയും അവരുടെ പോകുന്ന സമയത്തുള്ള പണമെല്ലാം പിടിച്ച് വാങ്ങിക്കുകയും അവരുടെ ഐഡൻറ്റിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐഡൻറ്റിറ്റികൾ നശിപ്പിക്കുകയും, ഇവൻ കാറുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ പ്ലേറ്റ് പോലും എടുത്ത് മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു.